ഇവിടെ എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. സംതിങ് വെരി വിയേർഡ് ഈസ് ഗോയിങ് ഓൺ. ആൾക്കാർ പറയുന്നത് നമ്മളൊന്നും അറിയരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ വേറെ എന്തൊക്കെയോ ചെയ്തു വെക്കുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്താണ് കാര്യം നമുക്കൊന്ന് നോക്കാം. ഇറാനും അമേരിക്കയും ഇസ്രായേലായിട്ടുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തൊട്ട് ഫെബ്രുവരി 28 തൊട്ട് ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് എല്ലാ ഡീറ്റെയിൽസ്, ഫസ്റ്റ് ഇൻഫർമേഷൻ എല്ലാം വരുന്നത് അതിലാണ്. അതിൽ കുറേ വാർ മോണിറ്ററിങ്ങിൻ്റെ ആൾക്കാരും ഈ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസിൻ്റെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ എല്ലാ ഇൻഫർമേഷൻസും അതിലാണ് വരുന്നത്. ഫീഡ് തുറന്നാൽ ഇത് മാത്രമേ ഉള്ളൂ. 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഒന്നും കാണാനില്ലല്ലോ, എന്താ അത്, യുദ്ധം കഴിഞ്ഞോ? ഈ ഫുട്ടേജസ് ഒന്നും കാണാനില്ല, ഇൻഫർമേഷൻസ് ഒന്നും കാണാനില്ല. വളരെ റെയറായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാം. പിന്നെ നമ്മൾ പേജ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ എവ്രിബഡി ഈസ് കംപ്ലൈൻറ്റ് ദ സെയിം തിങ്. അതായത് എല്ലാവരും പറയുന്നത് എവിടെ ഫുട്ടേജ്, എവിടെ, ഒന്നും കാണാനില്ലല്ലോ, എന്താ ഫീഡിലൊന്നും വരാത്ത, എക്സ് അൽഗോരിതം മാറ്റിയോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ സംഭവിക്കാൻ എനിക്ക് തോന്നുന്ന 2 റീസൺസ് ആണ്. ഒന്ന്, എന്തോ അവിടെ നടക്കുന്നുണ്ട്, അത് നമ്മൾ അറിയരുത്, നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടരുത് നമുക്കെന്ന് പറഞ്ഞിട്ട് ഇവരത് ബ്ലോക്ക് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ലോഡ് വീഡിയോസും ഫേക്ക് വീഡിയോസും ഇറങ്ങുന്നുണ്ട്. പണ്ടത്തെ ഫുട്ടേജൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നടക്കും, ഭൂമി ഒലുക്കം, മറ്റേ ന്യൂസുകാരൊക്കെ ഇപ്പോൾ ടി വിക്കാരെ അങ്ങനെ പറയുന്നത്, ഒരു 2 മണിക്കൂറിൽ ബോംബിടും എന്നൊക്കെ ഇപ്പോഴും ഇവിടെ പറയുന്നത്. അതിൻ്റെ ഒരു 100 ഇരട്ടിയാണ് ഈ എക്സിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനായിരിക്കണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫുട്ടേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര കിടിലം ഫുട്ടേജാണ്. എന്തോ സിനിമയിലൊക്കെ കാണുന്ന പോലെ മിസൈൽ വന്ന് വീഴുന്നു, ആകാശത്ത് മുഴുവൻ മറ്റേ ചുവന്ന വെളിച്ചം. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ആണ്, ഓവർലേ ഉണ്ട് ഈ വീഡിയോയ്ക്ക് മുഴുവൻ. അപ്പോൾ അതൊക്കെ കാരണം എക്സിൻ്റെ ഒരു ഹെഡ് ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ ഒരു പുറത്തുവിട്ട ഒരു കാര്യമാണ്. അതായത് ഒരു പാകിസ്ഥാൻകാരനെ പിടിച്ചത്രേ. അവൻ 31 അക്കൗണ്ടാണ്, ഇറാൻ്റെ പേരിലുള്ള 31 അക്കൗണ്ടാണ് അവൻ ഹാൻഡിൽ ചെയ്യുന്നത്. എന്തിന്? ഈ എയും ഫേക്ക് വീഡിയോസ് എല്ലാം ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട്, അതായത് മൊത്തം ഒരു ഫേക്ക് നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മുതൽ ഈ എക്സിൽ പൈസ കിട്ടുന്ന പരിപാടിയില്ല, അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇനി കാര്യമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാലും അവിടെയും പ്രശ്നമുണ്ട്. ഈ ഇറാൻ്റെ ചെറിയ പൈസയ്ക്ക് ഉണ്ടാക്കുന്ന ഈ ഡ്രോണുകളൊക്കെ ഭയങ്കര പണി കൊടുക്കുന്നുണ്ട് അമേരിക്കയ്ക്ക്. ഇത് ഖത്തറിലെ അൽ ഉഡൈഡ് മിലിറ്ററി ബേസ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടാക്കിയൊരു പ്രശ്നം, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ആണ്. ഈ ബലിസ്റ്റിക് മിസൈലിൻ്റെ ഏർലി ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട്. അതായത് ഒരു ബലിസ്റ്റിക് മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അതിനെ നോക്കി അതാ മിസൈൽ വരുന്നുണ്ട് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിനെ വരെ തകർത്തിട്ടുണ്ട് ഡ്രോണുകൾ. അപ്പോൾ ഇങ്ങനത്തെ കുറേ പണികളും അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ പുറത്ത് കൊണ്ടുവരാണ്ടിരിക്കാനാണോ ഇനി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വേറെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്.